ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ക്രേറ്റുകളിൽ അല്ലെങ്കിൽ ബോക്സുകളിൽ ഇട്ടിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ വളർത്തുന്ന നമ്മുടെ റെഡ് ക്ലോ ക്രേഫിഷുകളുടെ വാട്ടർ ചേഞ്ച് ആണ്. വാട്ടർ ചേഞ്ച് എന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മളൊരു അപ്ഡേറ്റ് ആണ് ഈ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫീമെയിൽ റെഡ് ക്ലോ ക്രേഫിഷ് മുട്ട ഇട്ടിട്ടുണ്ട്. ഇവിടെ ഈ കാണുന്ന ആദ്യത്തെ 2 ക്രേറ്റുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം 3ഉം 4ഉം ക്രേറ്റുകൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം കാണുന്ന 3 ക്രേറ്റുകളിലാണ് ഇപ്പോൾ ക്രേഫിഷുകൾ ഉള്ളത്. നമ്മുടെ കയ്യിൽ ആകെ 3 ക്രേഫിഷുകളാണ് ഉള്ളത്. അവരെല്ലാവരും നമ്മൾ ഒറ്റയ്ക്ക് ഓരോ ബോക്സുകളിലായിട്ട് ഇട്ടിരിക്കുകയാണ്. 4ാമത്തെ ബോക്സ് നമ്മൾ റിസർവിൽ വെച്ചിരിക്കുകയാണ്. കാരണം 3ാമത്തെ ക്രേറ്റിൽ കിടക്കുന്ന ഫീമെയിൽ ബ്രീഡായി കുഞ്ഞുങ്ങൾ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയില്ല സക്സസ്ഫുൾ ആവുമെന്നുള്ളത്. സക്സസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളെ മാറ്റിയിടാൻ വേണ്ടിയിട്ടാണ് 4ാമത്തെ ആ ക്രേറ്റ് നമ്മൾ റിസർവിൽ വെച്ചിരിക്കുന്നത്. അതിനകത്ത് നമ്മൾ വെള്ളമോ കാര്യങ്ങളൊന്നും ഒഴിച്ചിട്ടില്ല. ജസ്റ്റ് ബോക്സ് മാത്രമായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഫീമെയിൽ റെഡ് ക്ലോ ക്രേഫിഷ് മുട്ടയിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഫെർട്ടിലൈസ് ആയിട്ടുണ്ട്. നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരു ക്രേറ്റിൽ മെയിലിനെയും ഫീമെയിലിനെയും കൂടി ഒരുമിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരേ സൈസ് ഉള്ളത്. അപ്പോൾ ഞാൻ ഒരു ദിവസം ചെക്ക് ചെയ്തപ്പോൾ ഫീമെയിൽ അതിൻ്റെ വാല് ഇങ്ങനെ മടക്കി പിടിച്ചിട്ടുണ്ട്. സാധാരണ മുട്ട ഇട്ട് കഴിയുമ്പോഴാണ് അങ്ങനെ മടക്കി പിടിക്കുന്നത്. അപ്പോൾ ഞാനൊന്ന് ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ സംഭവം മുട്ടയിട്ടിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ പുതിയ ക്രേറ്റ് കൊണ്ടുവന്ന് അതിനകത്ത് ഫീമെയിലിനെ മാറ്റിയിട്ടിട്ടുണ്ട്. ഈ കാണുന്ന ആദ്യത്തെ ക്രേറ്റ് ഇതല്ല കേട്ടോ. നമ്മൾ നേരത്തെ കാണിച്ച ആദ്യത്തെ ക്രേറ്റിൽ ഒരു മെയിലാണ് കിടക്കുന്നത്. കുറച്ച് ചെറിയ മെയിലാണ്. ഈ 2ാമത്തെ ക്രേറ്റിൽ ഈ കാണുന്ന ക്രേഫിഷാണ് നമ്മൾ ഫീമെയിലിൻ്റെ കൂടെ മീറ്റിങ്ങിന് വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മുടെ കയ്യിലുള്ള വലിയ ഒരു മെയിൽ റെഡ് ക്ലോ ക്രേഫിഷാണ്. അപ്പോൾ ഇതിൻ്റെ അതേ സൈസ് വരുന്നത് തന്നെയാണ് ഫീമെയിലും. അപ്പോൾ രണ്ടിനെയും കൂടി ഈ ക്രേറ്റിലാണ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത്. അവർ ഇതിനകത്ത് കിടന്ന് മെയ്റ്റ് ആയിട്ടുണ്ട്. സക്സസ്ഫുൾ ആയിട്ട് മെയ്റ്റ് ആയി എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അതിന് ശേഷമാണ് ഫീമെയിൽ റെഡ് ക്ലോ ക്രേഫിഷ് മുട്ട ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ക്രേറ്റിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. ഈ കാണുന്നതിന് ഞാനൊന്ന് കാണിക്കാനായിട്ട് ശ്രമിക്കാം. ഇത് നമ്മുടെ മെയിൽ തന്നെയാണ്. കുറച്ച് ചെറിയൊരു മെയിലാണ്. ഇതേ കാണുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നത് കണ്ടില്ലേ. ഈ ആ ഒരു PVC-ക്കകത്ത് ഇരിക്കുന്നുണ്ട്. അല്ല, അപ്പോൾ നമ്മൾ തീറ്റ കൊടുക്കാനാണെന്ന് വിചാരിച്ചിട്ടാണ് പുള്ളിക്കാരൻ ഇപ്പോൾ മുകളിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ അസോളയാണ് കണ്ടില്ലേ ഈ ചെടി മുകളിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തിട്ടിട്ടുള്ളത്. കാരണം ഇവർക്കൊരു ഷെയ്ഡിന് വേണ്ടിയിട്ടാണ്. എപ്പോഴും ഇങ്ങനെ ഒരു ഷെയ്ഡ് ഇവർക്ക് കൊടുക്കുന്നത് നല്ലതാണ്. അവർ നല്ല എന്താ പറയുക ടെൻഷനൊന്നും ഇല്ലാതെ ഇരിക്കും. അപ്പോൾ നമ്മൾ വാട്ടർ ചേഞ്ച് ഭാഗമായിട്ട് അസോളയൊക്കെ കോരി ബക്കറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ PVC പൈപ്പുകളെല്ലാം പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് വെള്ളം കളഞ്ഞു. നമ്മളിപ്പോൾ അതിനകത്ത് നിങ്ങൾ ക്ലിയർ ആയിട്ടൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. വെള്ളം ഓൾമോസ്റ്റ് കളഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, ഇതാണ് ആദ്യത്തെ നമ്മുടെ ക്രേറ്റിൽ കിടക്കുന്ന ചെറിയ മെയിൽ. എല്ലാത്തിനെയും നമ്മൾ ഒരുമിച്ച് വാങ്ങിയതാണ്. പക്ഷേ ഗ്രോത്ത് പല സൈസുകളിലേക്കാണ് ഇവർ ഉണ്ടാവാറുള്ളത്. ഇവരെല്ലാവരെയും ഒരു ട്രേയിലായിരുന്നു ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇവർ വലിപ്പം വയ്ക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ നമ്മൾ ഈ ഒരു വലിയ ബോക്സിലേക്ക് മാറ്റിയതാണ്. അതായത് ഈ ബ്ലൂ ക്രേറ്റുകളിലേക്ക് മാറ്റിയതാണ്. ഇവരുടെ സ്റ്റോറി ക്യുക്കായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ക്രേഫിഷിൻ്റെ ഫാമിൽ നിന്നാണ് വാങ്ങിയത്. ഇവർ 6 എണ്ണത്തിനെയാണ് നമ്മൾ കൊറിയറായിട്ട് വാങ്ങിയത്. അപ്പോൾ ചെറിയ സൈസായിരുന്നു. എനിക്ക് തോന്നുന്നു 2.5-3 ഇഞ്ചൊക്കെ ആയിരുന്നു അവരുടെ സൈസ് ആ സമയത്ത്. 2.5 ഇഞ്ചായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. 2.5-3. അപ്പോൾ അത് കൊറിയറായിട്ട് വന്നു. അപ്പോൾ നമ്മൾ ഇൻഡോറാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് നമ്മൾ മഴക്കാലം ആയതുകൊണ്ട് ഇവർ ചാടി പോകാതിരിക്കാൻ വേണ്ടി തെർമോക്കോളൊക്കെ വെച്ച് കവർ ചെയ്തു. അപ്പോൾ അങ്ങനെ കവർ ചെയ്ത് വെക്കാൻ പാടില്ലായിരുന്നു. കാരണം പ്രത്യേകിച്ച് മഴക്കാലമൊക്കെ നമുക്കറിയാം ഫംഗസ് പോലുള്ള അസുഖങ്ങൾ വരും. അപ്പോൾ ആ ഒരു ട്രേക്കകത്ത് വെള്ളം ഇത്തിരി മോശമായ സമയത്ത് എന്തോ ഇൻഫെക്ഷൻ വരികയാണ് ചെയ്തത്. എന്നിട്ട് ചെകിളയ്ക്ക് ഒരു പ്രോബ്ലമാണ് സംഭവിച്ചത്. 2 എണ്ണത്തിനെ ബാധിച്ചു. അങ്ങനെ ആ ഒരു ചെറിയ സൈസിൽ തന്നെ 2 എണ്ണം ചത്തുപോയി. പിന്നെ ബാക്കി 4 എണ്ണമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ 4 എണ്ണത്തിന് പിന്നെ നമ്മൾ ഒന്നും നോക്കിയില്ല. ഇൻഡോർ വെക്കാതെ നമ്മൾ അപ്പോൾ തന്നെ ഔട്ട്ഡോർ ട്രാൻസ്ഫർ ചെയ്തു. നമ്മളിപ്പോൾ വെച്ചിരിക്കുന്ന സ്ഥലത്തല്ല, നമ്മുടെ ട്രേകൾ ഇരിക്കുന്നുണ്ടല്ലോ. നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആൽബിനോ ഫുൾ റെഡ് ഗപ്പികളുടെ കുഞ്ഞുങ്ങളെയും അതുപോലെ കൂലി ലോച്ച് എന്ന് പറഞ്ഞ മത്സ്യങ്ങളെയും നമ്മൾ ട്രേകളിലാണ് ഇട്ടിട്ടുള്ളത്. ആ ട്രേകളിലായിരുന്നു ഇവരെ നമ്മൾ വളർത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 4 എണ്ണത്തിനെ നമ്മൾ സക്സസ്ഫുള്ളായിട്ട് വളർത്തി വലുതാക്കി ഏകദേശം ഈ സൈസിലേക്ക് എത്തിച്ചു. അപ്പോഴാണ് നമ്മൾ അറിയാതെ അതിനകത്ത് ഒരു ഫീമെയിൽ മുട്ടയിടുന്നത്. അവർ സീസൺ ആകുമ്പോൾ മുട്ടയിടും, മെയ്റ്റ് ഒന്നും ചെയ്യണമെന്നില്ല. സീസൺ ആയപ്പോൾ ഫീമെയിൽ മുട്ടയിട്ടു, നമ്മൾ അറിഞ്ഞില്ല. അപ്പോൾ അതിന് സ്പെഷ്യൽ കെയർ ഇതുപോലെ കൊടുക്കണമായിരുന്നു. നമ്മൾ കുറേ PVC ഒക്കെ ഇട്ട് അതുപോലെ ചെടിയൊക്കെ ഇട്ട് കവർ ചെയ്ത് സ്പെഷ്യൽ കെയർ കൊടുക്കണമായിരുന്നു. നമ്മൾ അറിഞ്ഞില്ല. അതിനെന്തോ സ്ട്രെസ്സ് വന്നിട്ട് ആ ഫീമെയിൽ ചത്തു പോകാനുണ്ടായത്. നമ്മളൊരു ദിവസം വന്നപ്പോൾ ആ ഒരു ഏറ്റവും വലിയ ഫീമെയിൽ ആയിരുന്നു കേട്ടോ നമ്മുടെ കയ്യിലുണ്ടായിരുന്നത്. അത് ചത്ത് എടുക്കുമായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ അതിൻ്റെ അടിഭാഗത്ത് നിറച്ച് മുട്ട. അതൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ വീഡിയോസും കൂടി ഒരു പ്ലേലിസ്റ്റിലാക്കിയിട്ട് ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വീഡിയോയുടെ താഴെ ചെക്ക് ചെയ്താൽ ഡിസ്ക്രിപ്ഷൻ സെക്ഷൻ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് കാണാം. നിങ്ങൾക്ക് തപ്പി നടക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളെല്ലാം പ്ലേലിസ്റ്റിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇതുവരെ നമ്മൾ ചെയ്ത എല്ലാ വീഡിയോസും നമ്മൾ ഓരോ മീനുകളുടെ പേരിൽ പ്ലേലിസ്റ്റ് തിരിച്ച് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് റെഡ് ക്ലോ ക്രേഫിഷിൻ്റെ നമ്മൾ ചെയ്ത വീഡിയോസ് മാത്രമാണ് നിങ്ങൾക്ക് കാണേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ വീഡിയോസിൽ പോയിട്ട് സ്ക്രോൾ ചെയ്ത് പരിശോധിക്കേണ്ട ഒരു കാര്യമില്ല, അല്ലെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കേണ്ട ഒരു കാര്യമില്ല. നേരെ ഈ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. ഇതിനകത്ത് എല്ലാ വീഡിയോസും നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ റെഡ് ക്ലോ ക്രേഫിഷിൻ്റെ വീഡിയോസും ഒരുമിച്ച് ഇട്ടിട്ടുണ്ട്. അത് മാത്രമായിട്ട് നിങ്ങൾക്ക് ഇരുന്ന് ചെക്ക് ചെയ്ത് കാണാം. ഇതിനെ വളർത്താൻ ആഗ്രഹമുള്ളവർക്കൊക്കെ നമ്മുടെ എക്സ്പീരിയൻസ് അറിയാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു പ്ലേലിസ്റ്റ് കാണുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇതുപോലെ ക്രേഫിഷുകളൊക്കെ വാങ്ങി വളർത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസ് ഒക്കെ കണ്ട് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതായിരിക്കും.
ഈ കാണുന്നതാണ് നമ്മുടെ രണ്ടാമത്തെ ക്രേറ്റിൽ കിടക്കുന്ന മെയിൽ. ഈ മെയിലിനെയാണ് നമ്മൾ മീറ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്തത്. അപ്പോൾ സക്സസ്ഫുള്ളായിട്ട് തന്നെ മേറ്റ് ആയിട്ടുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്നു. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു വലിയ ഫീമെയിൽ മുമ്പ് ചത്തുപോയെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ മുട്ടയുടെ കളർ എന്ന് പറയുന്നത് പെയിൽ യെല്ലോ ആയിരുന്നു. പെയിൽ യെല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഫെർട്ടിലൈസ് ആവാത്ത മുട്ടകളാണ്. കാരണം നമ്മൾ ഒറ്റയ്ക്കാണല്ലോ വളർത്തിയിട്ടുണ്ടായിരുന്നത്. സീസൺ ആയതുകൊണ്ട് ആ ഫീമെയിൽ മുട്ടയിട്ടതാണ്. മെയിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഫെർട്ടിലൈസ്ഡ് ആയിരിക്കും ആ എഗ്ഗ്. അത് ഓരോ ആഴ്ച കഴിയും തോറും അതിൻ്റെ കളർ മാറി വരും. അപ്പോൾ ഞാൻ നമ്മുടെ ഫീമെയിലിനെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഫെർട്ടിലൈസ് ആയിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ആ ഒരു വീക്കിൽ അത് പെയിൽ യെല്ലോ ആയിരുന്നു. ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട് കളർ മാറി വരുന്നുണ്ട്. കാരണം ആ എംബ്രയോ ഫോം ചെയ്ത് വരുമ്പോൾ എഗ്ഗിനകത്ത് അതിൻ്റെ കളർ മാറാനായിട്ട് തുടങ്ങും. അപ്പോൾ കളർ മാറി പെയിൽ യെല്ലോയിൽ നിന്ന് പിന്നെ ഒരു എന്താ പറയുക ഒരു ഒലീവ് ഗ്രീനിലേക്ക് വരും. പിന്നെ ഒലീവ് ഗ്രീനിൽ നിന്ന് ഒരു ഡാർക്ക് ബ്രൗൺ കളറിലേക്ക് വരും. കാരണം അതിനകത്ത് എംബ്രയോ വലുതായി കുഞ്ഞുങ്ങൾ വലുതായി വരുമ്പോൾ മുട്ടയുടെ കളർ ഒരു ബ്രൗണിഷ് കളറിലേക്ക് വരും. അങ്ങനെയാണ് ശരിക്കും വരേണ്ടത്. അപ്പോൾ ഇതിൻ്റെ കളർ മാറി വരുന്നുണ്ട്. ഇപ്പോൾ പെയിൽ യെല്ലോ അല്ല, ഞാൻ നോക്കിയപ്പോൾ അത് ഡാർക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അത് ഫെർട്ടിലൈസ് ആയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ മെയിലിനെയും ഫീമെയിലിനെയും കൂടി ഇത് ഒരുമിച്ചിട്ടിരുന്ന കാലഘട്ടത്തിൽ അവരങ്ങനെ ഫൈറ്റ് കാര്യങ്ങളൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. വളരെ ഡീസൻ്റ് ആയിട്ട് തന്നെയാണ് അവർ നടക്കുന്നുണ്ടായിരുന്നത്. ഫുഡിൻ്റെ സമയത്ത് മാത്രം ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും ചെയ്യുന്നത് കാണാം. അല്ലാതെ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും അറ്റാക്കോ കാര്യങ്ങളോ ഒന്നും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഹൈഡിങ് സ്പോട്ടൊക്കെ വെച്ച് വെള്ളം ഫില്ല് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഏകദേശം ഒരു ഭാഗം വെള്ളമാണ് ഇതിനകത്ത് ഫില്ല് ചെയ്യാറുള്ളത്. അതായത് ഹാഫ് വരെ നമ്മൾ നിറയ്ക്കാറില്ല. ഹാഫിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് നമ്മൾ നിർത്താറുള്ളത്. എന്നിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഹൈഡിങ് സ്പോട്ടൊക്കെ വെച്ചതിന് ശേഷം പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ ചെടികളാണ് ഇട്ട് കൊടുക്കാറുള്ളത്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ ഇപ്പോൾ സാൽവീനിയ കുറവാണ്. സാൽവീനിയാണ് ഏറ്റവും ബെസ്റ്റ്. സാൽവീനിയാണ് ഞാൻ ഇട്ട് കൊടുക്കാറുള്ളത്. അത് ഇവർ കഴിക്കാറും ഉണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് ഹൈഡിങ് ആയിട്ട് അതായത് ഷെയ്ഡ് കിട്ടാനും ഹെൽപ്പ് ചെയ്യാറുണ്ട്. അങ്ങനെ ഷെയ്ഡ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവർക്ക് മെയ്റ്റ് ചെയ്യാനും അതുപോലെ ഈ ഫീമെയിലിനൊക്കെ നല്ല എന്താ പറയുക കംഫർട്ടബിൾ ആയിട്ട് ഇങ്ങനെ മുട്ടയിട്ട് നിൽക്കുന്ന സമയത്ത് ഭയങ്കര കംഫർട്ടബിളായിട്ട് നിൽക്കാനൊക്കെ ഇതുപോലെ നമ്മൾ ചെടികൾ ഫ്ലോട്ട് ചെയ്യിച്ച് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ആഴ്ചയിൽ ഒരിക്കലാണ് നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്യാറുള്ളത്. സാധാരണ വെള്ളിയാഴ്ചകളിലാണ് ഞാൻ ഇവരുടെ വാട്ടർ ചേഞ്ച് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങനെ ആ ഒരു റുട്ടീനായിട്ട് ചെയ്യാറുണ്ട്. കാരണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഭാഗം വെള്ളമാണല്ലോ നിറയ്ക്കുന്നത്. കാരണം അത് ചീത്തയാവാനായിട്ട് അധികം സമയം വേണ്ട. അപ്പോൾ അത്യാവശ്യം അഴുക്കൊക്കെ അടിഭാഗത്ത് അടിഞ്ഞു കൂടിയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ വലിച്ചു കളയാനും ഒക്കെ വേണ്ടി ആഴ്ചയിൽ ഒരു തവണ വാട്ടർ ചേഞ്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. കണ്ടോ, ഇത് ഫീമെയിൽ കിടക്കുന്ന ട്രേ ആണ്. അപ്പോൾ ഞാനിതിനകത്ത് പുള്ളിക്കാരി അത്ര ടെൻഷനും കാര്യങ്ങളൊന്നും ആവണ്ടെന്ന് വിചാരിച്ചാണ് ഒരു PVC പൈപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇത് വാല് മടക്കി പിടിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, മറ്റ് ക്രൈഫിഷുകളെല്ലാം വാല് തുറന്ന് ഫാൻ പോലെ ആണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ഫാൻ പോലെയല്ല വെച്ചിട്ടുള്ളത്. വാല് ഉള്ളിലേക്ക് മടക്കി ഒരു എന്താ പറയുക ഒരു ബോൾ പോലെയാണ് പിടിച്ചിട്ടുള്ളത്. കാരണം അതിൻ്റെ അടിയിലാണ് മുട്ടകൾ ഇരിക്കുന്നത്. അത് സേഫായിട്ട് പുള്ളിക്കാരി ഇങ്ങനെ അടച്ച് ഒരു ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കണ്ടെയ്നർ നമ്മൾ ലിഡിട്ട് എങ്ങനെയാണ് അടയ്ക്കുന്നത് അതുപോലെ അടച്ച് ക്ലോസ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. കണ്ടോ, ബാക്ക് സൈഡ് അത് തുറക്കുന്നില്ല. അത് നീന്തുന്ന ഒരു ഫാൻ പോലത്തെ ഒരു സംഭവമുണ്ട്. അത് ഉപയോഗിച്ചാണ് അവർ നീന്താനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ആ ഫാൻ മൊത്തത്തിൽ ഉള്ളിലേക്ക് കവർ ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. അതിനകത്താണ് മുട്ട സൂക്ഷിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയായിരിക്കും നടക്കുക. ഫീമെയിൽ മുട്ട ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ഫുൾ ടൈം നടക്കുക. കാരണം ആ മുട്ട അടച്ച് ഗാർഡ് ചെയ്ത് പിടിച്ചായിരിക്കും നടക്കുക. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് തുറക്കാതെ. സാധാരണ ഇവരിങ്ങനെ നടക്കാറുണ്ട് കുറച്ച് നേരം മാത്രം. അത് കഴിയുമ്പോൾ അവർ തുറക്കാറുണ്ട്. അത് തുറക്കാതെ ഇങ്ങനെ ഫുൾ ടൈം അടച്ച് പിടിച്ച് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഇതിനകത്ത് മുട്ട ഉണ്ട് എന്നാണ്. ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഫീമെയിലിനെ സെപ്പറേറ്റ് ഈ ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ നോക്കുമ്പോൾ മെയിലും ഫീമെയിലും ഫൈറ്റ് ഒന്നും ചെയ്യുന്നില്ല. രണ്ടുപേരും കൂടി ഒരു PVCക്കകത്തൊക്കെ ഇരിക്കുന്നുണ്ട്. മെയിൽ ഫീമെയിലിനെ ശല്യപ്പെടുത്തുന്നൊന്നുമില്ല. കാരണം മെയിലിന് എനിക്ക് തോന്നുന്നു മെയിലിനെ അറിയാമെന്ന് ഈ ഫീമെയിൽ ഓൾറെഡി മുട്ടയിട്ട് നിൽക്കുകയാണെന്നുള്ളത്. കാരണം അത് ശല്യപ്പെടുത്തുന്നൊന്നുമില്ല. പക്ഷേ സാധാരണ റെക്കമെൻഡ് ചെയ്യാറുള്ളത് ഫീമെയിലിനെ മാറ്റിയിടാനാണ്. കാരണം പുള്ളിക്കാരിക്ക് സ്ട്രെസ്സ് കാര്യങ്ങളൊന്നും വരാതെ നോക്കാനാണ് എല്ലായിടത്തും റെക്കമെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് മെയിലിൻ്റെ അടുത്തുനിന്ന് മാറ്റിയിടാനാണ് പറയുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ സെപ്പറേറ്റ് ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റി. ഈ മുട്ടകൾ വിരിയാനായിട്ടുള്ള സമയം എന്ന് പറയുന്നത് ഏകദേശം ഒരു 50-55 ദിവസമാണ്. അതൊരു ബ്രീഡർ പറഞ്ഞ് ഞാൻ കേട്ടതാണ്. വായിച്ചെടുത്തോളം പല സ്ഥലങ്ങളിലും പറയുന്നത് 1-1.5 മാസം എന്നാണ് ഇവരുടെ മുട്ട വിരിയാനായിട്ട്. എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ സക്സസ്ഫുള്ളായിട്ട് തന്നെ കുഞ്ഞുങ്ങൾ വിരിയും. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ കണ്ടില്ല, ഇപ്പോൾ വാട്ടർ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ഫുള്ളായിട്ടൊന്നും വാട്ടർ ചേഞ്ച് ചെയ്യാനായിട്ട് പാടില്ല. കാരണം പുതിയ വെള്ളം നിറയ്ക്കുമ്പോൾ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറിൽ വ്യത്യാസം വരും. അതൊക്കെ മുട്ടകൾ വിരിയാനായിട്ട് പ്രോബ്ലം ആവാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്, ഫുള്ളായിട്ടൊന്നും നമ്മൾ കളഞ്ഞിട്ടില്ല. എങ്കിലും ഇത്രയും കളയേണ്ട ആവശ്യമില്ല ശരിക്കും. പിന്നെ ഇതിനെ മുങ്ങി നിൽക്കാൻ പാകത്തിന് വെള്ളം ഞാൻ നിർത്തിയിട്ടുണ്ട്. കാരണം അല്ലാന്നുണ്ടെങ്കിൽ ബോഡി കുറച്ച് പുറത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത് മുട്ട ഡ്രൈ ആവാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് അധികം വെള്ളം ഇതിനകത്ത് വെച്ചത്. ഇനി ജസ്റ്റ് ടോപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ ഫീമെയിലിന് നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ വളരെ കൺട്രോൾ ചെയ്താണ് കൊടുക്കുന്നത്. കാരണം എന്തെങ്കിലും വേസ്റ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളത്തിൽ ഈ പറഞ്ഞ പോലെ ഫംഗസ് ഒക്കെ വരും. ഫംഗസ് വന്നു കഴിഞ്ഞാൽ മുട്ടകളൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വെള്ളം എപ്പോഴും മാക്സിമം എന്താ പറയുക ക്ലിയർ ആയിട്ട് തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം.
അങ്ങനെ നമ്മളെല്ലാം വാട്ടർ ചേഞ്ച് ചെയ്ത് PVC ഇട്ട് അസോളയൊക്കെ തിരിച്ചിട്ട് കംപ്ലീറ്റ് നെറ്റൊക്കെ കവർ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വാട്ടർ ചേഞ്ച് അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഫീമെയിൽ മുട്ടയിട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ അവസാനത്തെ ക്രേറ്റ് നമ്മൾ വെച്ചിട്ടുള്ളത് കുഞ്ഞുങ്ങളൊക്കെ വിരിയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ മാറ്റിയിടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഫീമെയിലിൻ്റെ ക്രേറ്റിൽ നമ്മൾ ഓരോ ദിവസം ഇടവിട്ട് എയറേഷൻ കൊടുക്കാറുണ്ട്. കാരണം മുട്ടകൾ വിരിയാനായിട്ട് വെള്ളത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഡിസോൾവ്ഡ് ഓക്സിജൻ വേണം. എന്തായാലും ഇവരെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ നമ്മൾ ഭാവി വീഡിയോകളിലായിട്ട് നിങ്ങളെ അറിയിക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ മീനുകളെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.